നമുക്കത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് ആക്കാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്താ നീൽ, നീ എന്താടി വിചാരിച്ചത്? എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നോ? അങ്ങനെ നടന്ന ചരിത്രമില്ലടി. ഒരാളെ കുറച്ചു കാലം, അതിനപ്പുറത്തേക്ക് കബളിപ്പിക്കാൻ കാലം ആരെ അനുവദിക്കാറില്ല. എനിക്ക് പേടിയാവുന്നു നീലിന്റെ ഈ സംസാരം കേട്ടിട്ട്. നീ എന്താടി വിചാരിച്ചത്? എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നോ? അങ്ങനെ നടന്ന ചരിത്രമില്ലടി. ഒരാളെ കുറച്ചു കാലം, അതിനപ്പുറത്തേക്ക് കബളിപ്പിക്കാൻ കാലം ആരെ അനുവദിക്കാറില്ല. എനിക്ക് പേടിയാവുന്നു നീലിന്റെ ഈ സംസാരം കേട്ടിട്ട്. എനിക്ക് വട്ടായിടി, നിനക്ക് വട്ടായില്ലേ? അതുപോലെ എനിക്കുമായി. ഡോക്ടർ എന്റെയും ഫ്രണ്ടാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിന്നെ പോലെ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാന്ന്. വട്ടനും വട്ടത്തിയും നമുക്ക് എല്ലാരും പറ്റിക്കാം. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല. ഒരിക്കൽ കൂടി പറഞ്ഞാ നിന്നെ ഞാൻ കൊല്ലും. ആരെയും പറ്റിച്ചിട്ടില്ല പോലും. പിന്നെ ഈ നാടകത്തിന്റെ അർത്ഥം എന്താടി? എല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞു. നിനക്കറിയാവോ, നിന്റെ ഈ കോപ്രായം കണ്ട് വിശ്വസിച്ച് സ്വാതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കൂടെ ഉണ്ടെങ്കിലല്ലേ നിന്റെ ഈ അസുഖം മാറൂ. മാറ്റിത്തരാടി. നിന്റെ എല്ലാ അസുഖങ്ങളും ഞാൻ ഇതോടെ മാറ്റിത്തരാം. അങ്ങനെ വലിയ പുണ്യാളനൊന്നും ആവണ്ട. എന്നെ പറഞ്ഞു പറ്റിച്ചതുകൊണ്ടാ ഞാനും പറ്റിച്ചത്. ഒരു മഹാൻ വന്നിരിക്കുന്നു. സ്വാതി ഇറങ്ങിപ്പോയെങ്കിലേ നന്നായതേ ഉള്ളൂ. അല്ലെങ്കിലും അവളുടെ സ്ഥാനം തെരുവിൽ തന്നെയാ. ഞാനാ നീലിനൊപ്പം താമസിക്കേണ്ടത്. നീ താമസിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ഉള്ളിലെ കുറച്ച് സ്നേഹം നിന്നോട് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഇല്ലാതാക്കുന്ന തരത്തിലാ നീ ഇപ്പൊ പെരുമാറിയത്. ഇപ്പൊ എന്റെ ഉള്ളിലെ നിന്നോട് ഒരു തുള്ളി സ്നേഹം പോലും ബാക്കിയില്ല. പകരം വെറുപ്പാ ഉള്ളത്. വെറുപ്പ്. ഇത്രയും തരം താഴാൻ പാടില്ല ആരും. ഇനിയിപ്പൊ ശരിക്കും നിനക്ക് ഭ്രാന്ത് വന്നാലും ഞാൻ കാണാൻ വരില്ല. ഞാൻ പോവാ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. പോയി അവളോടൊപ്പം ജീവിച്ചോ. എന്നെ ചതിച്ച നിങ്ങൾക്ക് ഒരു കാലത്ത് സ്വസ്ഥത കിട്ടില്ല. നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. ശപിക്കുക ഞാൻ. നിങ്ങളും അവളും അനുഭവിക്കും, നരകിക്കും. നിന്റെ ശാപം എനിക്ക് കേൾക്കാൻ പോകുന്നില്ലടി. കാരണം എന്റെ കൂടെ കഴിയുന്നത് നിന്നെ പോലെ കുരുട്ടു കുത്തിയ ഒരാളല്ല, സ്വാതിയ. അവളുള്ളിടത്തോളം കാലം എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഉണ്ടായാലും ഞാനതൊക്കെ സഹിക്കും, സന്തോഷത്തോടെ.